ഹായ് സഫ്രാദ് ബ്രോ, ഇവിടെ എന്താ? ഒന്നുമില്ല ബ്രോ, എന്റെ വണ്ടി ഒന്ന് വാഷ് ചെയ്യാൻ വന്നതാണ്. ഓ, ഇവിടുന്നാണോ വാഷ് ചെയ്യാറ്? ഞാൻ ഡെയിലി ഇവിടുന്ന് വാഷ് ചെയ്യല്. എന്താ ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അഡ്വാൻസ് ടെക്നോളജിയാണ്. ഇതിന്റെ ടെക്നോളജി എന്ന് പറയുന്നത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ്, ഏറ്റവും ലേറ്റസ്റ്റ്. അതായത് ഇന്റർനാഷണൽ ലെവലിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഈ ഒരു ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ഒരു അഡ്വാൻറ്റേജസ് നോക്കുവാണെങ്കിൽ വിത്തിൻ 10 മിനിറ്റ്സിൽ നമുക്ക് ഫുള്ളി വാഷ് ചെയ്തിട്ട് പോവാം. കംപ്ലീറ്റ് കാർ വാഷ് ചെയ്തിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പം നോർമലി കാർ വാഷിനെ കമ്പയർ ചെയ്യുന്ന ടൈമിൽ 13 to 45 മിനിറ്റ്സ് ഒക്കെ എടുക്കും. അപ്പം ഇത് നോക്കുവാണെങ്കിൽ വിത്തിൻ 10 മിനിറ്റ്സിൽ നമുക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട്. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി എപ്പോഴും ബിസിയാണ്. അപ്പം ആയതുകൊണ്ട് തന്നെ വിത്തിൻ 10 മിനിറ്റ്സിൽ ഈ ഒരു കാർ വാഷ് കംപ്ലീറ്റ് വാഷ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അല്ലെ. പിന്നെ എടുത്ത് നോക്കുവാണെങ്കിൽ ഇതിന്റെ മറ്റുള്ള അഡ്വാൻറ്റേജസ് നോക്കുവാണെങ്കിൽ നമുക്ക് നോർമൽ കാർ വാഷ് ചെയ്യുന്ന ടൈമിൽ ഈ ബോഡിയുള്ള സ്ക്രാച്ചസും അതുപോലെ ഗ്ലാസുകളുടെ സ്ക്രാച്ചസ് ഒക്കെ വീഴാനുള്ള സാധ്യത ഏറ്റവും കൂടുതലായിരിക്കും. പക്ഷെ ഇത് കമ്പയർ ചെയ്യുന്ന ടൈം ഇത് നമ്മുടെ ഏറ്റവും ക്വാളിറ്റി ഉള്ള നൈലോഡ് ആയതുകൊണ്ട് തന്നെ ഇതിന് നമ്മുടെ കാറിന്റെ ബോഡിയിലോ അതുപോലെ ഗ്ലാസിലോ സ്ക്രാച്ചസ് വീഴാനുള്ള സാധ്യത ഏറ്റവും കുറവാണ്. അപ്പം അതാണ് ഈ ഒരു ടെക്നോളജിന്റെ പ്രത്യേകത. അപ്പം അതാണ് ഒന്നാമത് ടൈം ലാഭം. പിന്നെ നമ്മുടെ വണ്ടിന്റെ പെയിന്റ് കാര്യങ്ങൾ കാര്യം മറ്റുള്ള കാർ വാഷിനെ കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ള കാർ വാഷ് ബോഡി വാഷ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ ടയറും കാര്യങ്ങളും 4 വീലും കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നത്. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ അറ്റ് ദ സെയിം ടൈം ബോഡി വാഷ് ഗ്ലാസ് അതുപോലെ പിന്നെ 4 വീലും കംപ്ലീറ്റ് വാഷ് ചെയ്തത് ഈവൻ അണ്ടർ ബോഡി അടക്കം എല്ലാം മെഷീനാണ്. നമ്മൾ മാനുവലായിട്ട് ഒന്നും ചെയ്യണ്ട. അപ്പം ഇതിന്റെ ഒരു കാർ വാഷിംഗ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നോക്കിയാ യാതൊരു അത് കാണിച്ചു കൊടുത്തേ. പ്രീ വാഷ്, രണ്ടാമത്തെ വരുന്നത് ഫോമിംഗ് ആണ്, പിന്നെ മൂന്നാമത്തെ വരുന്നത് നമ്മുടെ ബോഡി റബ്ബിംഗ് ആണ്, നാലാമത്തെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീല് റബ്ബിംഗ് ആണ്, അഞ്ചാമത്തെ നോക്കുവാണെങ്കിൽ ഇതാണ് മെയിൻ അഡ്വാൻറ്റേജ് റിയാദ് ബ്രോ. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നോർമൽ കാർ വാഷിൽ എന്താണ് ചെയ്യുന്നത് ബ്രോ? നോർമൽ കാർ വാഷിൽ പിന്നെ വാക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പകരമായിട്ട് വാക്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ അത് റീപ്ലേസ് ചെയ്തിട്ട് വാട്ടർ ബേസ്ഡ് സെറാമിക് ആണ് ഇപ്പൊ കനലിൽ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ കുറച്ച് റിസർച്ചിലും നടത്തിയിട്ടാണ് ആ ഒരു പ്രോഡക്റ്റ് ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നോർമൽ കാർ വാഷിൽ യൂസ് ചെയ്യുന്ന വാക്സ് പിന്നെ ബോഡിയിൽ നമുക്ക് പെയിന്റിന് അത്ര നല്ലതല്ല. അതായത് സൺലൈറ്റ് തട്ടുമ്പോൾ യുവിന്റെ പിന്നെ ആ ഒരു തട്ടുന്ന സമയത്ത് പിന്നെ പെയിന്റ് ഫെയ്ഡ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാല് പൊടിയോ കാര്യങ്ങളോ പിടിക്കില്ല. വാട്ടർ ബേസ്ഡ് സെറാമിക് ആകുമ്പോൾ അതും വാട്ടർ റെപ്പലന്റ് ഒരു ഫീൽ ഉണ്ടാവും. പിന്നെ പറഞ്ഞാല് പൊടിയോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ ഫ്ലോട്ട് ആയിട്ട് പോകും, കാറ്റത്ത് തന്നെ ഫ്ലോട്ട് ആയിട്ട് അങ്ങ് പോകും. അപ്പോൾ ഇതാണ് ഇതിന്റെ മെയിൻ ബെനിഫിറ്റ്. പിന്നെ നോർമലി ഇതൊരു കോസ്റ്റ്ലി ആണ്, പക്ഷെ നമ്മളിപ്പോൾ ഇൻട്രൊഡക്ടറി സ്റ്റേജ് ആയതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു കോസ്റ്റ് ബേസ്ഡ് ആയിട്ട് നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട്. അതെ. പക്ഷെ നോർമൽ സെറാമിക് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ അതിന്റെ പ്രോപ്പർ ലെയർ തന്നെ ചെയ്യുന്നതാണ്. ഇത് എന്ന് പറഞ്ഞാൽ വാട്ടർ ബേസ്ഡ് സെറാമിക് ആയിരിക്കും. അത് പിന്നെ മോസ്റ്റ്ലി ഇപ്പോൾ റെഗുലർ ആയിട്ട് വാഷ് ചെയ്യുന്ന ആളാണെന്നെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോ സെറാമിക് ചെയ്ത വണ്ടിയാണെങ്കിൽ കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് ആയിരിക്കും. അതായത് കാണുമ്പോൾ തന്നെ ആ ഒരു ഷോറൂം ഇറങ്ങിയ ആ ഫീൽ തന്നെ ഉണ്ടാവും. അതെ. പിന്നെ അതുപോലെ നമ്മള് പിന്നെ കാറ് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ട്. നമ്മളിപ്പോ ഇവിടെ നിയർ ബൈ ആയിട്ടുള്ള ഒരുപാട് ഫ്ലാറ്റ്സ് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെല്ലാം നമ്മൾ വണ്ടി എടുത്തിട്ട് വാഷ് ചെയ്തിട്ട് കൊണ്ടുകൊടുക്കും. നമ്മളിപ്പോ കറന്റ് 10 കിലോമീറ്റർ റേഡിയസിലാണ് ചെയ്യുന്നത്. പിന്നെ ഒരു രണ്ടിൽ കൂടുതൽ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് 15 കിലോമീറ്റർ പോവാണ്. അപ്പം നെക്സ്റ്റ് ടൈം മുതൽ ഞാനും എന്റെ ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യാം. തീർച്ചയായിട്ടും. ഈ ഒരു ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂർ താഴെച്ചുവ റോയൽ ഓക്ക് ഇന്റർനാഷണൽ ഫർണിച്ചറിന്റെ നേരെ ഓപ്പോസിറ്റ് ബിൽഡിംഗിലാണ് ഈ ഒരു ലൊക്കേഷൻ കിടക്കുന്നത്. അപ്പം തീർച്ചയായും നിങ്ങളുടെ കാറുമായിട്ട് ഇങ്ങോട്ടേക്ക് വരാം. തീർച്ചയായിട്ടും നമുക്കൊരു എക്സ്പീരിയൻസ് ചെയ്തു നോക്കണം. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളും തീർച്ചയായിട്ടും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. തീർച്ചയായും. ഓക്കെ, അപ്പം നിങ്ങളും ഈ ഒരു സ്പോട്ട് വിസിറ്റ് ചെയ്ത് നിങ്ങളുടെ കാർ വാഷ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഈ ഒരു വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ആയി രേഖപ്പെടുത്തുക അല്ലേ? തീർച്ചയായിട്ടും. ടച്ച്ലെസ് ആണ് കാർ വാഷ്, അത് മറക്കണ്ട. അപ്പൊ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.